മലയാള സിനിമാ ചരിത്രത്തിന്റെ ഒരു കൊച്ചു മ്യൂസിയമാണ് പൂക്കോട്ടുള്ള KP അജിത്തിന്റെ സാഫല്യം എന്ന വീട്. സിനിമാ പ്രമോഷനൊക്കെ ഡിജിറ്റലായ ഇന്നത്തെ കാലത്ത് കാണാൻ ഒരു വഴിയുമില്ലാത്ത സിനിമാ നോട്ടീസുകളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അജിത്തിന്റെ പക്കൽ. 1988 മുതൽ പുറത്തിറങ്ങിയ മലയാളത്തിന്റെ എല്ലാ ചലച്ചിത്ര മാഗസീനുകളും ഇദ്ദേഹം ഭദ്രമാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തീർന്നില്ല, വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങളും സ്റ്റാമ്പുകളും കറൻസികളും 60കളിൽ സർക്കാർ പുറത്തിറക്കിയ ലോട്ടറികളും അജിത്തിന്റെ ശേഖരത്തിലുണ്ട്. ഇതുകൂടാതെ ഒരു മുറി മുഴുവൻ അജിത്ത് വരച്ച ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞു നിന്ന താരങ്ങളുടെ ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ സിനിമയോടുള്ള പ്രണയമാണ് 62കാരനായ അജിത്തിനെ ഇതൊരു ഹോബിയായി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത്. 10 വയസ്സ് മുതലാണ് സിനിമകളുടെ നോട്ടീസ് ശേഖരം ആരംഭിക്കുന്നത്. 10 വയസ്സ് വരെ തുടങ്ങിയതാണ്. ഒന്നുമില്ല, ആർക്കും ഇതിനോട് ക്രേസ് ഇല്ല. 1988 മുതൽ 88 ഇറങ്ങിയ മലയാള സിനിമയുടെ മൊത്തം ഒരു അവലോകനം ഉണ്ടാവും. ലാസ്റ്റ് ഇറങ്ങും, ഡിസംബർ മാസത്തിൽ ഇറങ്ങുന്നത്. അപ്പം എല്ലാ മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം അഭിനയിച്ച സിനിമകളും മൊത്തം സിനിമകളെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുണ്ടാവും. അടുത്ത വർഷത്തെ പ്രൊജക്റ്റും എല്ലാം ഉണ്ടാവും. അങ്ങനെ 88 മുതൽ തുടങ്ങിയിട്ട് 90, 91 മുതൽ 2004 വരെ, 2004ലാണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. അതുവരെയുള്ള ഈ വർഷാവസാനം ഇറങ്ങി എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് കിട്ടിയ നാന, വെള്ളി നക്ഷത്രം, ചിത്രം, സിനിമാ മാസിക, ഫിലിം മാഗസിൻ, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഏതൊക്കെ കിട്ടും അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 17 വർഷത്തെ കളക്ഷൻ ഉണ്ട്. അന്ന് കൂത്തുപറമ്പിൽ കേരള, ശങ്കർ, RN മൂവീസ്, ശൈല എന്നിങ്ങനെ 4 തിയേറ്ററുകളാണ് ഉണ്ടായിരുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവിടെ നിന്നുള്ള നോട്ടീസുകൾ സ്വയം ശേഖരിക്കും. തലശ്ശേരി, കണ്ണൂർ, പാലയാട്, ധർമ്മടം, മട്ടന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേത് കൂട്ടുകാരും പരിചയക്കാരും വഴി സംഘടിപ്പിക്കും. എന്നാൽ തിയേറ്ററുകൾ പലതും അപ്രത്യക്ഷമായെങ്കിലും ഗൃഹാതുര സ്മരണകൾ ഉയർത്തുന്ന 5000-ലേറെ നോട്ടീസുകൾ അജിത്തിന്റെ കൈവശം ഭദ്രമാണ്. ഇതിനു പുറമെ 1988 മുതൽ 2004 വരെയുള്ള നാന, ചിത്രഭൂമി, ചിത്രം, ചലച്ചിത്രം, വെള്ളി നക്ഷത്രം തുടങ്ങി മലയാളത്തിലിറങ്ങിയ മുഴുവൻ സിനിമാ മാഗസീനുകളും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. സ്വന്തം നാട്ടുകാരനായ സിനിമാ താരം ശ്രീനിവാസന്റെ എല്ലാ ചിത്രങ്ങളുടെയും നോട്ടീസ് അജിത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നാടിന് അഭിമാനമായ താരത്തെ നേരിൽ കാണാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ടെന്ന് അജിത്ത് പറയുന്നു. നടൻ ശ്രീനിവാസൻ വന്നിട്ടുണ്ട് ഷൈന ടാക്കീസിലെല്ലാം. എനിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല, കാണാനും പറ്റിയിട്ടില്ല, അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് വെച്ചിട്ടില്ല. പക്ഷെ ഒരുവിധമെല്ലാം ശ്രീനിവാസൻ, ആ സമയത്ത് ശ്രീനിവാസൻ ഇങ്ങനത്തെ സിനിമയില്ലല്ലോ. ഒരുപാട് എണ്ണത്തിൽ ശ്രീനിവാസൻ ഉണ്ടല്ലോ. ഒരുവിധം ആ ശ്രീനിവാസന്റെ നോട്ടീസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ശ്രീനിവാസൻ തന്നെയാണ്. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. കുട്ടിയോട് പാട്ടിത്താണല്ലോ ശരിക്കും അവരുടെ സ്ഥലം. ഇവിടെ തറവാട് വീടെല്ലാം പാട്ടിത്ത് കോങ്ങാട്ടിയാണ്. കൂടാതെ വലിയൊരു മമ്മൂട്ടി ആരാധകൻ കൂടിയാണ് ഇദ്ദേഹം. മമ്മൂട്ടിയുടെ എല്ലാ ഹിറ്റ് ചിത്രങ്ങളുടെയും നോട്ടീസുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എന്നാൽ പ്രവാസ ജീവിതം തുടങ്ങിയതോടെ ഇതൊക്കെ നിർത്തിവെക്കേണ്ടി വന്നു. 16 വർഷം ദുബായിൽ പ്ലാന്റ് അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്ത കാലത്താണ് നാണയങ്ങളും കറൻസിയും വിസിറ്റിംഗ് കാർഡുകളും ശേഖരിക്കാൻ തുടങ്ങിയത്. കോവിഡ് കാലത്ത് ജോലി മതിയാക്കി നാട്ടിലെത്തിയപ്പോൾ പഴയ ലോട്ടറികളും പത്രക്കട്ടിങ്ങുകളും ശേഖരിക്കാൻ തുടങ്ങി. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിൽ ഭാര്യ അജിലയുടെയും മകൾ ഐശ്വര്യയുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട്. കഴിഞ്ഞ 2 വർഷക്കാലമായി പിണറായിയിൽ സാഫല്യം ലോട്ടറി സ്റ്റാൾ നടത്തിവരികയാണ് ഇദ്ദേഹം. സമകാലിക മലയാളം, കണ്ണൂർ.